ക്യാമറ റെഡിയാണല്ലോ. ഇവിടെ 3 ടീമുകൾ. ആ ക്യാമറ ഓൺ ആക്കിക്കോ. ഇങ്ങോട്ട് പോകണ്ട, അവര് ഫോക്കസ് ചെയ്തെടുത്തോളൂ. ആക്രാന്തം കാണിക്കാതെ അവിടെ പോയി നീക്കി. മാന്യ പ്രേക്ഷകർക്ക് ചിരികമ പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ചിരികമ പരിപാടിക്ക് ധാരാളം പ്രേക്ഷകരുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം ആയിരക്കണക്കിന് എഴുത്തുകളാണ് ഓരോ ദിവസം തോറും ഞങ്ങൾ സ്റ്റുഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആരാധകരുടെ ശല്യം കാരണം എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. 2 ആഴ്ച ഹോസ്പിറ്റലായിരുന്നു. തല്ലുകൊണ്ട കാര്യം നാട്ടുകാരെ അറിയിക്കല്ലേ. അപ്പൊ നമുക്ക് ചിരികമ പരിപാടിയോടെ ആരംഭിക്കാം. നിങ്ങൾക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഗീതത്തിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ച്, തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ച്, കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്ക് പുറത്തും, എന്തിനേറെ ബോംബെയിൽ വരെ സംഗീതത്തിൽ തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീത അജ്ഞന്മാരാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ 3 മഹത് വ്യക്തികൾ. ഇവരെ പരിചയപ്പെടുന്നതിന് മുൻപ് നമ്മൾ ഇന്നത്തെ ബഹുമാനപ്പെട്ട ജഡ്ജിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സംഗീതത്തിന്റെ തമ്പുരാൻ, സംഗീതത്തിന്റെ ആചാര്യൻ, സംഗീതം അരച്ചു കലക്കി കുടിച്ചു നടക്കുന്ന സ്വാമി നടക്കുമ്പോൾ കിടുകിടാനന്ദ. നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജിനെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ പാർട്ടിസിപ്പൻസ് ഓരോരുത്തരും നമുക്കൊന്ന് പരിചയപ്പെടാം. ടീമേ, പേര് പറഞ്ഞോളൂ. എന്റെ പേര് പുഷ്പൻ. ഇഷ്ടമുള്ള എന്നെ പുഷു എന്ന് വിളിക്കും. മുഖത്ത് നോക്കിയാൽ പശു എന്ന് വിളിക്കാനേ തോന്നുന്നു. ടീം ബി പേര് പറയൂ. എന്റെ പേര് തങ്കപ്പൻ, വീട്ടുകാർ തങ്കോ എന്ന് വിളിക്കും. അച്ഛനോട് പറഞ്ഞു മങ്കി എന്ന രൂപത്തിലും സായ ഭാവത്തിനും ചേരും. ടീം സി പേര് പറയൂ. എന്റെ പേര് സുധീഷ്, ഇഷ്ടമുള്ളവർ എന്നെ കബീഷ് എന്ന് വിളിക്കൂ. ഇയാളെ തന്നെ ചിരിക്കുന്നേ? ചിരികമല്ലേ? ചിരിക്കാം, ചിരിക്കാം എന്ന് കരുതി തനിക്ക് പോയിന്റ് തരാൻ കേട്ടോ. നമ്മുടെ ചിരികമ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം 6 റൗണ്ടുകളാണ് നമ്മുടെ ചിരികമ പരിപാടിയിലുള്ളത്. ഫസ്റ്റ് റൗണ്ടായ യുവർ ചോയ്സ് റൗണ്ട്. യുവർ ചോയ്സ് റൗണ്ടിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, ഇവർക്കിഷ്ടമുള്ള ഏത് പാട്ടും ഈ റൗണ്ടിന് വേണ്ടി പാടാം എന്നുള്ളതാണ് യുവർ ചോയ്സ് റൗണ്ടിന്റെ പ്രത്യേകത. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ ആദ്യം ആരാണ് കൈപൊക്കുന്നു ആ വ്യക്തിയോടായിരിക്കും ആദ്യം ചോദിക്കാൻ പോകുന്നത്. റെഡി? 1, 2, 3. പൊക്കി, അവിടെ പൊക്കി കഴിഞ്ഞു. സി പൊക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ സിയോടാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. യുവർ ചോയ്സ് റൗണ്ടിന് വേണ്ടി ഇഷ്ടമുള്ള ഒരു പാട്ട് പാടൂ. മറന്നുപോയി. ഒന്ന് ഓർത്ത് നോക്കിയ മോനെ. ഓർത്തോണ്ട് വന്നതായിരുന്നു, മറന്നുപോയി. 100 മാർക്ക്. 100 മാർക്ക് ലഭിച്ചിരിക്കണം. 100 മാർക്ക്. നീ സന്തോഷിക്കണ്ട, മാർക്ക് ഇവർക്ക് 2 പേർക്കുവാ. എനിക്കും ബിക്കും 50 മാർക്ക് വീഴ്ച കൊടുത്തരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് യുവർ ചോയ്സ് റൗണ്ട് വെച്ച് പൂർണ്ണമായിരിക്കാണ്. അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ് സിറ്റുവേഷൻ റൗണ്ട്. സിറ്റുവേഷൻ റൗണ്ടിൽ ഞാൻ ഇവിടെ പറയുന്ന ഓരോ സിറ്റുവേഷനും ശ്രദ്ധിച്ചിട്ട് ആ സിറ്റുവേഷന് ചേരുന്ന പാട്ടുകളാണ് ഓരോ ടീം അംഗങ്ങളും പാടേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ടീം എ പ്രിപ്പയർഡ് ആണല്ലോ? പിന്നെ ഞാൻ മാരീഡാണ്. മാരീഡാണല്ലോ. ഇംഗ്ലീഷ് എന്റെ വശമില്ലല്ലേ? വല്ലപ്പോഴൊക്കെ മാത്തമാറ്റിക്സ് പഠിക്കണം. ഇവിടെ താൻ പ്രിപ്പയർഡ് ആണെന്ന് ചോദിച്ചാൽ താൻ തയ്യാറാണോന്നാണ് ചോദിച്ചത്. ഞാൻ തയ്യാറാണ്. എങ്കിലൊരു കാര്യം ചെയ്യും. സിറ്റുവേഷൻ റൗണ്ടിൽ താങ്കൾക്കുള്ള സിറ്റുവേഷൻ പറഞ്ഞോളൂ. അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു രോഗി. അയ്യോ, രോഗം വളരെ മൂർച്ഛിച്ചിരിക്കുകയാണ്. ഏത് സമയവും മരിച്ചു പോകാം. ഈ രോഗി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ ആ രോഗിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പാടാൻ പറ്റിയ ഒരു പാട്ട് പാടും. രോഗിയെ ആശ്വസിപ്പിച്ചുകൊണ്ട്? അതെ, സമാധാനത്തിൽ. അതെ അതെ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, സ്വദേശം കാൺമദീനായി ഞാൻ തനിയെ പോകുന്നു. മോനെ നിർത്തിക്കേ. നീ തനിയെ പോയപ്പോ ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം. രോഗിക്ക് ആശ്വാസമാകാൻ. കുഴപ്പമില്ല, ഇത്ര ആശ്വാസമൊക്കെ മതി. 15 മാർക്ക് കൊടുത്തരോട്ടെ. 15 മാർക്ക്. അടുത്തായിട്ട് ടീം ബിയുടെ ചാൻസ് ആണ്. സിറ്റുവേഷൻ ഉണ്ട്. ടീം ബിക്കുള്ള സിറ്റുവേഷൻ തന്റെ പെങ്ങളുടെ കല്യാണമാണ്. ഞാനറിയാതെ ഇവിടെ താൻ അറിയാതെ അവിടെ പലതും നടക്കും. ഇതൊരു സിറ്റുവേഷൻ മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, തന്റെ പെങ്ങളുടെ കല്യാണമാണെന്ന് കരുതുക. തന്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നത് സ്വാമിയല്ല, ഞാനാണെന്ന് കരുതുക. ഞാനാണ്. അപ്പോൾ ഞാനും ഞങ്ങളുടെ കുടുംബക്കാരും കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ട് പാടും. കാടം വരുന്നേ, വേടം വരുന്നേ, കൂടരുമാടനുണ്ടേ, കൂട്ടരു കൂടെയുണ്ടേ. കാടം വരുന്നേ, വേടം വരുന്നേ. 2 മാർക്ക്.
2 മാർക്ക് മതി കേട്ടോ, 2 മാർക്ക്. അടുത്തത് ടീം സിയുടെ ചാൻസ് ആണ്. ഉവ്വ്. സിറ്റുവേഷൻ ഉണ്ട് ടീം സിക്കുള്ള സിറ്റുവേഷൻ. ആ, തന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞു. വരാൻ പറ്റിയില്ല. വിളിച്ചുമില്ല. ഇവിടെ ഞാൻ പറഞ്ഞൊരു സിറ്റുവേഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ. ഉവ്വ്. തന്റെ കല്യാണം കഴിഞ്ഞു എന്ന് കരുതുക. ഉവ്വ്. അങ്ങനെ ഒരെണ്ണം ജീവിതത്തിൽ ഉണ്ടാവില്ല, എങ്കിലും കഴിഞ്ഞു എന്ന് കരുതുക. തന്റെ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് തന്റെ ഭാര്യ വീട്ടിലിരുന്ന് പാടുന്ന ഒരു പാട്ട് പാടും. എന്റെ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് എന്റെ ഭാര്യ വീട്ടിലിരുന്ന് പാടുന്ന പാട്ട്. മോഹങ്ങൾ മരവിച്ചു, മോതിരെ കൈ മുരടിച്ചു, മനസ്സ് മാത്രം മുരടിച്ചില്ല, മനസ്സ് മുരടിച്ചില്ല. വെറുതെ അല്ലടാ നീ ഒന്നും പെണ്ണ് കിട്ടാതെ മൊരടിച്ച് നടക്കുന്ന. 75 മാർക്ക് ലഭിച്ചിരിക്കുകയാണ് ടീം സിക്ക്. 75 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടായ സിറ്റുവേഷൻ റൗണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ് വിപ്ലവഗാന റൗണ്ട്. വിപ്ലവഗാന റൗണ്ടിൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, കേരളക്കരയാകെ മുഴുകി കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള വിപ്ലവ ഗാനങ്ങളാണ് ഓരോ ടീം അംഗങ്ങളും പാടേണ്ടത്. ആദ്യമായിട്ട് ടീമെ വിപ്ലവഗാന റൗണ്ടിന് വേണ്ടി വളരെ മനോഹരമായിട്ടൊരു വിപ്ലവ ഗാനം പാടൂ. പാസ് പറയാനാണ് ഇത്ര മസൽ പിടിച്ച് വിടാൻ വരെ വന്നത്. അവൻ ഇത്ര നേരം കൊടുത്ത മാർക്ക് മുഴുവൻ ബ്രാക്കറ്റിലിട്ടേക്ക്, നമുക്ക് ആവശ്യമുണ്ട് അവസാനം കൊടുത്താൽ മതി. അടുത്തായിട്ട് ടീം ബിയുടെ ചാൻസ് ആണ്. വിപ്ലവഗാന റൗണ്ടിന് വേണ്ടി വളരെ മനോഹരമായിട്ട് വിപ്ലവ ഗാനം പാടൂ. നിനക്കിവിടെ മാർക്കുമില്ല. അടങ്ങ്. ഇങ്ങനെയുണ്ടോ ആക്രാന്തം? ആ സ്വാമിയുടെ ഊപ്പാടിപ്പോ തീർന്നു പോയനെ. സ്വാമി കുഴപ്പമില്ല കേട്ടോ, ഞാൻ ചെങ്ങല കിട്ടുന്നുണ്ട്. സ്വാമി ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നു, കുഴപ്പമില്ല കേട്ടോ. അടുത്തായിട്ട് ടീം സിയുടെ ചാൻസ് ആണ്. വിപ്ലവഗാന റൗണ്ടിന് വേണ്ടി വളരെ മനോഹരമായിട്ട് വിപ്ലവഗാനം പാടൂ. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മ കിളി തത്തമ്മേ ഇല്ല കഥ ചൊല്ലുമൊടി കൂട്ടുകാരി. 75 മാർക്ക് മിനിങ്ങനെ കണ്ണികൾ. 100 മാർക്ക് തികച്ചു കൊടുത്തിട്ടോ സ്വാമി. ഇത്ര ആവേശമായിട്ട് 100 മാർക്ക് തികച്ചു കൊടുത്തിട്ടോ, കുഴപ്പമില്ല. കക്ഷത്തിൽ നിഷ്ടിക്കെടുത്തേ. മുണ്ടടിച്ചിരുന്ന അഹങ്കാരം പാടില്ല. അപ്പൊ നമ്മള് സംഗീതപരമായിട്ട് ആവശ്യത്തിൽ പാടുമ്പോൾ കുഴപ്പമില്ല. എന്റെ ദൈവം ഇതിനകത്ത് ഉടുപ്പിച്ച് ഇവനൊക്കെ എന്നെ തന്നെ കൊള്ളിക്കൂല. ക്യാമറ കട്ട്. ഇതെന്താ പാടാ, അണ്ടർവെയറിന്റെ പരസ്യോ? അതെ, ഒരെണ്ണം എടുക്കുമ്പോ 2 ഫ്രീ. ഓ എന്റെ ദൈവമേ, ഒന്നാമതേ തല്ലുകൊണ്ട്. സ്വാമി ഇവിടെ നിന്നിരുന്നോ? സ്വാമിയുടെ മുണ്ടാരും പറിച്ചോണ്ട് പോകത്തില്ല കേട്ടോ, ധൈര്യമായിട്ടിരുന്നോ. അങ്ങനെ നമ്മുടെ വിപ്ലവഗാന റൗണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ് അക്ഷര റൗണ്ട്.